ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 9 ശ്ലോകങ്ങൾ, അതായത് ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗയിലെ 9 ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അർത്ഥം സഹിതം പഠിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലാകുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഇനി തുടർന്ന് ഇങ്ങനെ തന്നെ പോകാം. കാരണം എല്ലാവർക്കും മനസ്സിലായി എന്ന് ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട്. വളരെ സന്തോഷം, നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നറിഞ്ഞതിൽ. എല്ലാവരും ദിവസവും നമ്മൾ കുറേശ്ശെയല്ലേ പഠിക്കുന്നുള്ളൂ, ആ കുറേശ്ശെയുള്ള ഭാഗങ്ങൾ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം. ഭഗവത്ഗീത ഉള്ളവർ പുസ്തകം നോക്കി മനസ്സിലാക്കണം. ഇല്ലാത്തവർ ഒരു ബുക്ക് മേടിച്ച് എടുത്ത് പഠിച്ചാൽ മതി. എഴുതി കാണിക്കുന്നുണ്ട്, അങ്ങനെ പഠിക്കണം. ഇനി നമുക്ക് ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗയിലെ 10ാമത്തെ ശ്ലോകം നോക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഓരോ വാക്കുകളുടെയായി അർത്ഥം നമുക്ക് നോക്കാം. അപര്യാപ്തം അർത്ഥം അപൂർണം, തതു അത്, അസ്മാകം നമ്മുടെ, ബലം പട്ടാളം, ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മരാൽ നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന, പ്രൊട്ടക്റ്റഡ് ബൈ ഭീഷ്മ. പര്യാപ്തം പൂർണം, തു വേള, ഇദം ഇത്, ഏതേഷാം അവരുടെ, ബലം സൈന്യം, ഭീമാഭിരക്ഷിതം ഭീമനാൽ രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഭീമനാൽ നയിക്കപ്പെടുന്നത്, അതായത് പ്രൊട്ടക്റ്റഡ് ബൈ ഭീമ എന്നർത്ഥം. ഇനി നമുക്ക് ശ്ലോകാർത്ഥം നോക്കാം. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭീഷ്മരാൽ നയിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപര്യാപ്തവും ഭീമനാൽ നയിക്കപ്പെടുന്ന അവരുടെ സൈന്യം പര്യാപ്തവും ആകുന്നു. ഇതാരോട് പറയുന്നതാണ്? ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്. യുദ്ധം തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പേ തന്നെ ദുര്യോധനന് ആത്മവിശ്വാസക്കുറവുണ്ടാകുന്നു. എന്നാൽ അക്ഷൗണിപ്പടയുടെ കാര്യത്തിൽ പാണ്ഡവർക്ക് കുറവാണ്, കൗരവർക്കാണ് കൂടുതൽ. എന്നിട്ടും ദുര്യോധനന് ആത്മവിശ്വാസം കുറയുന്നു. ഭീഷ്മരുടെ നേതൃത്വത്തിലുള്ള കൗരവ സൈന്യത്തിന് പാണ്ഡവ സൈന്യത്തെ നേരിടുവാനുള്ള ബലം ഇല്ല എന്ന് തോന്നുന്നു എന്നാണ് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നത്. ഇവിടെ ദുര്യോധനൻ്റെ വാക്കുകളിൽ പരസ്പര വൈരുദ്ധ്യമുള്ളതായി കാണുന്നു. കാരണം തൊട്ടു മുമ്പിലത്തെ വരിയിൽ ധാരാളം ശൂരന്മാർ എനിക്ക് വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ പക്ഷേ നമുക്ക് പറ്റുന്നില്ല എന്ന രീതിയിലും പറയുന്നു. അതായത് ആകെ ഒരു കലങ്ങി മറിഞ്ഞ അവസ്ഥയാണ് ദുര്യോധനൻ്റെ മനസ്സിൽ അപ്പോൾ ഉള്ളത്. 11 അക്ഷൗണിപ്പടയുള്ള കൗരവ സൈന്യം 7 അക്ഷൗണിപ്പട മാത്രമുള്ള പാണ്ഡവ സൈന്യത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ട് അപര്യാപ്തമായി? ഭീമനേക്കാൾ മോശക്കാരനാണോ ഭീഷ്മർ? ദൃഷ്ടദ്യുമ്നനാണ് പാണ്ഡവരുടെ സൈന്യാധിപനെന്ന് ദുര്യോധനൻ തന്നെയല്ലേ അല്പം മുമ്പ് പറഞ്ഞത്? പിന്നെന്തേ പാണ്ഡവ സൈന്യത്തെ ഭീമാഭിരക്ഷിതം എന്ന് വിശേഷിപ്പിച്ചത്? അപ്പോൾ ആകെ ഒന്ന് കലങ്ങി മറിഞ്ഞു, വാക്കുകൾക്ക് വ്യക്തത വരുന്നില്ല. ഇങ്ങനെ ദുര്യോധനൻ്റെ ആത്മവിശ്വാസമില്ലായ്മയാണ് ഈ വരികളിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മേവാഭിരക്ഷന്തു
ഭവന്ത സർവ ഏവ ഹി. അയനേഷു സേനാവിഭാഗം ച കൂടെ സർവേഷു എല്ലാം യഥാഭാഗ അവനവൻ്റെ സ്ഥാനത്ത് അവസ്ഥിതാഹ തീർച്ചപ്പെടുത്തിയ ഭീഷ്മര് ഏവ ഒരുപോലെ അഭിരക്ഷന്തു രക്ഷിക്കുക ഭവന്തഃ നിങ്ങൾ സർവ എല്ലാ ഏവ മാറാത്ത ഹി തീർച്ചയായും. ശ്ലോകാർത്ഥം നമുക്ക് നോക്കാം. ദുര്യോധനൻ പറയുകയാണ് എല്ലാവരോടും കൂടി, നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആരെ കാത്തുകൊള്ളണം? ഭീഷ്മരെ കാത്തുകൊള്ളണം എന്ന് പറയുകയാണ്. ഭവാന്മാരെല്ലാവരും തന്നെ, അതായത് യുദ്ധത്തിന് വന്നു ചേർന്നിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. യുദ്ധം ചെയ്യാൻ തയ്യാറായി കൗരവന്മാരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ആളുകളോട് ദുര്യോധനൻ പറയുകയാണ്, ഭവാന്മാരെല്ലാവരും തന്നെ അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹനെ കാത്തുരക്ഷിച്ചു കൊള്ളണം. അതായത് യുദ്ധത്തിൽ ഓരോ വ്യൂഹങ്ങൾ ചമച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. പത്മവ്യൂഹം, അതുപോലെ ഗരുഡ വ്യൂഹം, ഇങ്ങനെ ഓരോ രൂപങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ഭവാന്മാരെല്ലാവരും തന്നെ എല്ലാ വ്യൂഹദ്വാരങ്ങളിലും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ തന്നെ നിന്നുകൊണ്ട്, അവിടെ മാറാതെ നിന്നുകൊണ്ട്, അതായത് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നിൽക്കണം എന്നുള്ളത്, അവിടെ തന്നെ നിൽക്കണം, മാറരുത്. അങ്ങനെ മാറിയാൽ യുദ്ധത്തിൽ പരാജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ നിന്നുകൊള്ളണം, എന്നിട്ട് ഭീഷ്മ പിതാമഹനെ രക്ഷിച്ചു കൊള്ളണം എന്ന് പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് പലപ്പോഴും ഭീഷ്മര് പാണ്ഡവപക്ഷം ശരിയാണെന്ന് വാദിച്ചുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ ദുര്യോധനനെ ഉപദേശിക്കാറുണ്ടായിരുന്നു. അന്നൊന്നും അത് കേൾക്കാതെ ദുര്യോധനൻ ഭീഷ്മരുടെ വാക്ക് നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ? അതുകൊണ്ട് ഭീഷ്മരുടെ മനസ്സ് പാണ്ഡവ പക്ഷത്താണോ എന്നും ദുര്യോധനന് ഒരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആണുതാനും. ഈ യുദ്ധത്തിൽ പാണ്ഡവന്മാർ വിജയിക്കുമെന്നും അടുത്ത ദിവസം താൻ യുദ്ധക്കളത്തിൽ വീഴുമെന്നും ഭീഷ്മർ യുദ്ധത്തിൻ്റെ 9-ാം ദിവസം ധർമ്മപുത്രരെ അറിയിക്കുന്നുണ്ട്. തന്നെ വധിക്കാനായിട്ടാണ് അംബ പരമശിവപ്രസാദത്തോടുകൂടി ദ്രുപദപുത്രനായി ശിഖണ്ഡിയായി പിറന്നിരിക്കുന്നതെന്നും അദ്ദേഹം യുദ്ധത്തിനു മുമ്പ് ദുര്യോധനനെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടെല്ലാം ഭീഷ്മർ തൻ്റെ സേനാനായകനാണെങ്കിലും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യിക്കാൻ കഴിവുണ്ടാകുമോ എന്ന് ദുര്യോധനന് സംശയവുമാണ്. സർവോപരി ഭീഷ്മരുടെ മനസ്സ് ആരുടെ കൂടെയാണ്? പാണ്ഡവരുടെ കൂടെയാണ്. അതുകൊണ്ടൊക്കെയാണ് ദുര്യോധനന് ഒരു വിശ്വാസക്കുറവ് ഉണ്ടാകുന്നത്. 11 അക്ഷൗണിപ്പടയുണ്ടെങ്കിലും ഭീഷ്മാഭിരക്ഷിതമായ നമ്മുടെ സൈന്യം അപര്യാപ്തമാണെന്ന് ദുര്യോധനൻ പറയുന്നത് ആ ആത്മവിശ്വാസമില്ലായ്മ കൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഭീമാഭിരക്ഷിതമായ പാണ്ഡവ സൈന്യം എന്ന് പറയുന്നുമുണ്ട്. ഭീമൻ സേനാനായകനല്ല, എന്നിട്ടും ഭീമനാണ് രക്ഷിക്കുന്നതെന്ന് ദുര്യോധനന് തോന്നുകയാണ്. ഭീമനെ ദുര്യോധനന് ഭയം തന്നെയാണ്. വിഷം കൊടുത്തും കൈകാൽ കെട്ടി വെള്ളത്തിൽ താഴ്ത്തിയും ഭീമനെ കൊന്നു നശിപ്പിക്കുവാൻ കൗരവർ പല ശ്രമവും ചെയ്തതാണ്. പക്ഷേ അന്നൊന്നും മരിക്കാത്ത ഭീമൻ അതിനൊക്കെ പകരം വീട്ടാൻ തീരുമാനിച്ചുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ യുദ്ധത്തിന് വന്നിരിക്കുന്നതെന്ന് ദുര്യോധനന് ഭയവുമുണ്ട്. അതുകൊണ്ടാണ് കൗരവന്റെ മനസ്സ് ഇങ്ങനെ അസ്വസ്ഥമാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആരോട് പറയുകയാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രരോട്
പറഞ്ഞു കൊടുക്കുകയാണ്. അക്കാര്യം മറക്കരുത്. യുദ്ധക്കളത്തിൽ കുരുക്ഷേത്രത്തിൽ എന്ത് സംഭവിക്കുന്നു സഞ്ജയ എന്ന് ചോദിച്ചപ്പോൾ സഞ്ജയൻ അവിടെ കണ്ട കാഴ്ചകൾ, അവിടെ കേട്ട കാര്യങ്ങൾ ധൃതരാഷ്ട്രർക്ക് വർണ്ണിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഭഗവത്ഗീത മുഴുവൻ അങ്ങനെയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇതാണ് 10ഉം 11ഉം ശ്ലോകങ്ങളുടെ അർത്ഥം. ഇന്ന് നമ്മൾ ഈ 2 ശ്ലോകങ്ങളെ പഠിക്കുന്നുള്ളൂ. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.